ഹായ്, നമ്മൾ ഇന്ന് വീണ്ടും ഒരു കായൽ യാത്ര നടത്തുകയാണ്. പക്ഷേ ഈ കായൽ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേകതയല്ല, ധാരാളം പ്രത്യേകതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ യാത്ര നമ്മൾ നടത്തുന്നത് ഇന്ത്യയിലെ തന്നെ, നമ്മുടെ രാജ്യത്തെ തന്നെ ആദ്യത്തെ സൗരോർജ്ജ യാത്രാ ബോട്ടിലാണ്. നമ്മൾ യാത്ര തിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കം ബോട്ട് ജെട്ടിയിൽ നിന്നാണ്. ഇത് വൈക്കത്തെ പുതിയ ബോട്ട് ജെട്ടിയാണ്. ഇതുപോലെ തന്നെ വൈക്കത്ത് പഴയ ഒരു ബോട്ട് ജെട്ടിയുണ്ട്. ആ കാണുന്നതാണ് പഴയ ബോട്ട് ജെട്ടി. ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബോട്ട് ജെട്ടിയാണത്. വൈക്കം സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജി വന്നിറങ്ങിയത് ആ ബോട്ട് ജെട്ടിയിലായിരുന്നു. അങ്ങനെ നിരവധി മഹാരഥന്മാർ വന്നിറങ്ങിയ, അവരുടെ കാൽപ്പാടുകൾ വീണ ബോട്ട് ജെട്ടി കൂടിയാണ് വൈക്കത്തെ പഴയ ബോട്ട് ജെട്ടി. ഇവിടെ നിന്നും യാത്ര തിരിക്കുമ്പോൾ തീരത്ത് വളരെ മനോഹരമായ ഒരു കെട്ടിടം കാണാം. ബോട്ടിൻ്റെ ആകൃതിയിലുള്ള കെട്ടിടം. KTDCയുടെ ഒരു ഹോട്ടലാണത്. യാത്രക്കിടയിൽ വാഹനങ്ങൾ അക്കരയ്ക്കും ഇക്കരയ്ക്കും ഇറക്കുന്ന ജങ്കാറുകൾ നമുക്ക് കാണാം. നമ്മുടെ മറ്റ് കായൽ യാത്രകളിലൊക്കെ തന്നെ അത്ര സുലഭമായി ലഭിക്കുന്നൊരു കാഴ്ചയല്ല അത്. അക്കരെ നിന്നും ഇക്കരയ്ക്കും, ഇക്കരയിൽ നിന്ന് അക്കരയിലേക്കും ധാരാളം ജങ്കാറുകൾ സർവീസ് നടത്തുന്നുണ്ട്. ബോട്ടുകൾ സർവീസ് നടത്തുന്നത് പോലെ തന്നെ നമ്മളിപ്പോൾ എത്തിച്ചേരുന്നത്, വൈക്കത്ത് നിന്നും എത്തിച്ചേരുന്നത് തവണക്കടവ് ബോട്ട് ജെട്ടിയിലേക്കാണ്. ആലപ്പുഴ ജില്ലയിൽ പള്ളിപ്പുറം പഞ്ചായത്തിലാണ് ഈ ബോട്ട് ജെട്ടി സ്ഥിതി ചെയ്യുന്നത്. ജെട്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാൽ ഒരു ചെറിയ ബസ് സ്റ്റാൻഡാണ്. മനോഹരമായ ഒരു ബോട്ട് ജെട്ടിയും അതുപോലെ തന്നെ ഒരു ചെറിയ ബസ് സ്റ്റാൻഡും, അവിടെ നിറയെ ചെറിയ കടകളും നാടൻ ഭക്ഷണം ലഭിക്കുന്ന ചെറിയ ഹോട്ടലുകളുമൊക്കെ ആയിട്ട് ധാരാളം ജനത്തിരക്കുമുള്ള ഒരിടവും കൂടിയാണിത്. മൊത്തത്തിലൊരു ഗ്രാമഭംഗി നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു ഇടമാണ് ഈ തവണക്കടവ് ബോട്ട് ജെട്ടിയും ബസ് സ്റ്റാൻഡിൻ്റെയും ഒക്കെ പരിസരം. ഇവിടെ അക്കരെ കടക്കുവാൻ നമ്മൾ മനുഷ്യർ മാത്രമല്ല, നമ്മൾ കരയിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളും മറ്റു വാഹനങ്ങളും ഇവിടെ വന്നിങ്ങനെ കാത്തു കിടക്കണം. ജങ്കാറിൻ്റെ വരവിന് വേണ്ടിയിട്ടാണ് ഈ കാത്തിരിപ്പ്. വൈക്കത്ത് നിന്നും വാഹനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് ഒരു ജങ്കാർ ഇക്കരയ്ക്ക് വരുന്നുണ്ട്. അത് വന്ന് കരയ്ക്കടുക്കുന്ന കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ബൈക്കുകളും അല്ലെങ്കിൽ 2 വീലറുകളും ഓട്ടോയും ഒക്കെ നമുക്ക് കയറ്റി നേരെ കൊണ്ടുവന്ന് തിരിച്ചിടാൻ പറ്റും. പക്ഷേ വലിയ വാഹനങ്ങൾ പിറകോട്ടെടുത്ത് മാത്രമേ നമുക്ക് ഈ ജങ്കാറിൽ കയറ്റാൻ കഴിയുള്ളൂ, ഇറക്കുവാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഒരല്പം സ്ഥലം പോലും കളയാതെ പരമാവധി വണ്ടികൾ ജങ്കാറിൽ ഉൾപ്പെടുത്തുവാൻ അവർ ശ്രമിക്കും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രം. വണ്ടികൾ ഇടുന്ന ഇടം മാത്രമല്ല, യാത്രക്കാർക്ക് നിൽക്കുവാൻ ഒരു ഇടം കൂടി ജങ്കാറുകളിൽ ഉണ്ടാവും. വൈക്കത്ത് നിന്നും ഏകദേശം 3 കിലോമീറ്ററോളം വേമ്പനാട്ട് കായലിലൂടെ സഞ്ചരിച്ചാണ് നമ്മൾ തവണക്കടവിലേക്ക് എത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സോളാർ ബോട്ട് മാത്രമല്ല, മറ്റ് ബോട്ടുകളും ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. നമ്മുടെ സോളാർ ബോട്ടിൻ്റെ പേര് ആദിത്യ എന്നാണ്. ആദിത്യ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ കീഴിലാണുള്ളത്. നൊവാൾട്ട് സോളാർ ആൻഡ് ഇലക്ട്രിക് ബോട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഫ്രഞ്ച് സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്.
പൂർണ്ണമായിട്ടും ജൈവ ഇന്ധനങ്ങൾ ഒഴിവാക്കുന്നത് കൊണ്ട് ഇത് നമ്മുടെ പരിസ്ഥിതിക്ക് വളരെ സൗഹൃദമായിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. പരിസ്ഥിതി സൗഹൃദ വാഹനം എന്ന നിലയിൽ രാജ്യത്തിനകത്തും പുറത്തും നിരവധി അംഗീകാരങ്ങൾ ഈ ആദിത്യ ബോട്ടിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അഭിമാനകരമാണ്. 2016 ആദിത്യ അതിൻ്റെ പരീക്ഷണ ഓട്ടം നടത്തിയത്. നിരവധി സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം 2017 ജനുവരിയിൽ ഇത് സർവീസ് ആരംഭിച്ചു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. നമ്മൾ വൈക്കത്ത് തിരിച്ചെത്തിക്കഴിഞ്ഞു. ആ കാണുന്നത് തവണക്കടവിൽ നിന്ന് വരുന്ന ജങ്കാറുകൾക്ക് വൈക്കത്ത് അടുക്കുവാനുള്ള ജെട്ടിയാണ്. ജങ്കാർ അക്കരെ നിന്ന് വൈക്കത്തേക്ക് എത്തുന്നുണ്ട്. നമ്മുടെ വൈക്കം കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ധാരാളം കാഴ്ചകൾ വൈക്കം ഇനിയും നമുക്കായി കാത്തുവച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് പിന്നീട് തിരിച്ചു വരാം. കൊച്ചു കൊച്ചു യാത്രകൾ, ചെറിയ ചെറിയ കാഴ്ചകൾ, അതും നമ്മുടെ മനസ്സിനെ വലുതാക്കുവാൻ പ്രാപ്തമാണ്. അത്തരം കൊച്ചു കൊച്ചു കാഴ്ചകൾക്കും കഥകൾക്കും യാത്രകൾക്കുമായി എല്ലാ കൂട്ടുകാർക്കും വൈറ്റ് പേപ്പറിലേക്ക് സ്വാഗതം.